ഇത് ബെത്ലഹേം നഗരം. യഹൂദിയായിക്കടുത്തുള്ള ഈ പുണ്യഭൂമിയിലാണ് 2000 വർഷങ്ങൾക്കപ്പുറം ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചത്. പാപത്തിന്റെ ഇരുണ്ട ലോകത്തു നിന്നും ദൈവമാർഗത്തിലേക്ക് ലോകരെ നയിക്കുവാനായി സഹനത്തിന്റെ പാതയിലൂടെയുള്ള സഞ്ചാരമായിരുന്നു യേശുക്രിസ്തുവിന്റെ ജീവിതം. അതിനുവേണ്ടി കുരിശുമരണത്തിന്റെ പീഡാനുഭവം വരിച്ചവനാണ് യേശുക്രിസ്തു. യേശുവിന്റെ ജീവിതവും സന്ദേശവും ഇന്നൊരു മതമാണ്. യേശുവിന്റെ പിറവി നൂറ്റാണ്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലൂടെ ആ മതം ലോകമെങ്ങും പ്രചരിച്ചു. ഗലീലാക്കടലിന്റെ തീരത്ത് നിന്നാണ് യേശു തന്റെ അരുളപ്പാടുകൾ ആദ്യം തന്റെ ശിഷ്യരെ അറിയിച്ചിരുന്നത്. ആ തീരത്തു നിന്നും അതേ നൂറ്റാണ്ടിൽ തന്നെ ആ മതം അറബിക്കടലിന്റെ തീരഭൂമിയായ ഈ മണ്ണിലും എത്തിയിരുന്നു. ഇത് കേരളം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കൻ മുനമ്പിൽ സഹ്യപർവ്വതത്തിന് പടിഞ്ഞാറായി പ്രകൃതി പച്ച പട്ടുടുപ്പിച്ച സുന്ദരദേശം. ഇളനീർ കുടങ്ങളേന്തി നിൽക്കുന്ന കൽപ്പവൃക്ഷ നിരകൾ, ഹരിത കമ്പളം വിരിച്ചതുപോലെയുള്ള നെൽപ്പാടങ്ങൾ, മരതക ഭംഗി തീർത്ത മാമലകൾ, മലകളിൽ നിന്ന് ഉറവയെടുത്തൊഴുകുന്ന പുഴകൾ, അവ ജലസമൃദ്ധമാക്കുന്ന കായലുകൾ. പ്രകൃതി ഭംഗിയുടെ പര്യായം പോലെയാണ് ഈ നാട്. ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ കടലിനക്കരെയുള്ള ദേശങ്ങളിൽ പോലും പെരുമമുറ്റിയ സുഗന്ധവിളകളുടെ ആരാമമാണ് ഇത്. കേരളത്തിന്റെ മണ്ണിൽ സുലഭമായിരുന്ന ഏലവും ചുക്കും കുരുമുളകും ഗ്രാമ്പുവും ചന്ദനവും ആനക്കൊമ്പും തേടി നൂറ്റാണ്ടുകൾക്കപ്പുറം എത്രയോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വണിക്കുകൾ ഈ ദേശത്തേക്ക് കപ്പലോടിച്ചെത്തിയിരുന്നു. വ്യത്യസ്ത രാജ്യങ്ങളുമായുള്ള ഈ വാണിജ്യബന്ധം കേരളത്തിന്റെ സംസ്കൃതിയെ ആഴത്തിൽ സ്വാധീനിച്ചിരിക്കുന്നു. വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ സംഗമഭൂമിയായി കേരളം മാറിയത് അങ്ങനെയാണ്. ബുദ്ധ ജൈന മതങ്ങൾ അവയുടെ പ്രാരംഭ ദശയിൽ തന്നെ പ്രചരിച്ച കേരളത്തിൽ ക്രൈസ്തവ ഇസ്ലാമിക മതങ്ങൾ ആഴത്തിൽ വേരോടി. ഈ രണ്ട് മതങ്ങളും അവയുടെ പിറവികാലത്ത് തന്നെ കേരളത്തിലെത്തിയിരുന്നു. മോസ്കുകളുടെയും പള്ളികളുടെയും ക്ഷേത്രങ്ങളുടെയും നാടാണ് കേരളം. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ദിവസം 5 നേരം ഇസ്ലാമിക ദേവാലയങ്ങളിൽ നിന്ന് ഇവിടെ ബാങ്കുവിളി ഉയരുന്നു. ക്രൈസ്തവ സമൂഹത്തിന്റെ പെരുമ ഘോഷിക്കുന്ന ദിവ്യ ദേവാലയങ്ങളും ഈ മണ്ണിൽ ഏറെയാണ്. ഗായത്രി മന്ത്രം ഉരുവിടുന്ന നാട്ടിൻപുറങ്ങളും വിശുദ്ധി വഴിയുന്ന എണ്ണമറ്റ ക്ഷേത്ര സങ്കേതങ്ങളും ഈ മണ്ണിന്റെ പ്രത്യേകതയാണ്. പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാര ഭൂമിയായ കേരളം. വിദേശ വ്യാപാരികൾക്ക് ഇത് മലബാർ തീരമാണ്. മല അതിരായുള്ള ഈ കരഭൂമിയിലാണ് ലോകത്തെ ആദ്യത്തെ ക്രൈസ്തവ സഭകളിലൊന്നായ മലങ്കര സഭ പിറവികൊണ്ടത്. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിലൊരാളായ മാർത്തോമാ ശ്ലീഹയാണ് മലങ്കര സഭയുടെ സ്ഥാപകൻ എന്നാണ് വിശ്വാസം. ക്രൂശുമരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സെന്റ് തോമസ് ഇന്ത്യയിലെത്തിയത്. ക്രിസ്തു സന്ദേശ പ്രചരണാർത്ഥം ഓരോ ദേശത്തേക്കും പോകാനുവച്ച ശിഷ്യന്മാർ തങ്ങൾ പോകേണ്ട ദിക്കുകളേതെന്നറിയാൻ കുറിയിട്ടിരുന്നു. ആ കുറിയിടൽ ഇന്ത്യയിൽ പോകണമെന്ന നിയോഗമാണ് തോമാസ് ലീഹയ്ക്ക് ലഭിച്ചത്. എന്നാൽ വഴിദൂരവും ഭാഷാപരിചയക്കുറവും നിമിത്തം അദ്ദേഹം മടിച്ചു നിന്നെങ്കിലും യേശുക്രിസ്തു അദ്ദേഹത്തിന് പ്രത്യക്ഷനായി ഇന്ത്യയിലേക്ക് പോകാൻ മടിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ലാബാൻ എന്ന വ്യാപാരിയുടെ കപ്പലിലാണ് സെന്റ് തോമസ് ഇന്ത്യയിലേക്ക് പോന്നത് എന്നാണ് വിശ്വാസം. ഗോണ്ടോഫോറസ് എന്ന ഇന്ത്യൻ രാജാവിന് കൊട്ടാരം പണിയാൻ ഒരു ശില്പിയെ തേടി പോയതാണ് ലാബാൻ. തോമാസ് ലീഹയെ ഇന്ത്യയിലേക്ക് അയക്കാൻ പറ്റിയ മാർഗം അതാണെന്ന് മനസ്സിലാക്കിയ കർത്താവ് ലാബാന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് ശില്പിയായ ഒരു അടിമയെ വിൽക്കുവാനുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. തോമാസ് ലീഹയെ ആയിരുന്നു കർത്താവ് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ശില്പി എന്ന നിലയിൽ ലാബാന് കൈമാറപ്പെട്ട ശ്ലീഹ നീണ്ട കപ്പൽ യാത്രയ്ക്കൊടുവിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ഗോണ്ടഫോറസിന്റെ രാജ്യത്തു നിന്നും AD 52 ശ്ലീഹ കൊടുങ്ങല്ലൂരിൽ എത്തിയത്. കേരളത്തിൽ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിങ്കര എന്ന സ്ഥലത്താണ് തോമാസ് ലീഹ തന്റെ സുവിശേഷ വേല തുടങ്ങിവെച്ചത് എന്നാണ് വിശ്വാസം.
ബ്രാഹ്മണരടക്കം ഒട്ടേറെ പേർ ഇവിടെ വെച്ച് അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ക്രിസ്തുമാർഗം അവലംബിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഒട്ടേറെ അത്ഭുത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് ശ്ലീഹ ഇവിടുത്തുകാരുടെ വിശ്വാസം ആർജിച്ചത്. മാലിങ്കരയിൽ ശ്ലീഹ ഒരു ദേവാലയവും കുരിശും സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. പാലയൂർ പള്ളിയിലും അദ്ദേഹം ഒരു കുരിശു സ്ഥാപിച്ചു. പാലയൂരിൽ അദ്ദേഹം സ്ഥാപിച്ച ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് കാലാന്തരത്തിൽ പുതുക്കിപ്പണിത വിസ്തൃതമായ ദേവാലയത്തിനുള്ളിലാണ് പൗരാണികമായ ആ കുരിശുള്ളത്. 20 വർഷക്കാലയളവിനുള്ളിൽ വിവിധ ഘട്ടങ്ങളിലായി കേരളത്തിനകത്ത് സുവിശേഷ പ്രവർത്തനം നടത്തിയ ശ്ലീഹ ഇവിടെ 7 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. നിരണം, പാലയൂർ, നിലയ്ക്കൽ, കോട്ടക്കാവ്, കൊക്കമംഗലം, കൊല്ലം, മാലിങ്കര എന്നിവയാണ് ആ 7 പള്ളികൾ. പാലയൂർ നിന്ന് മാർത്തോമാ ശ്ലീഹ നിരണത്തെത്തി എന്നാണ് വിശ്വാസം. അക്കാലത്തെ പ്രമുഖ തുറമുഖമായിരുന്ന നിരണത്ത് തോമാത്ത് കടവിൽ ശ്ലീഹ കപ്പലിറങ്ങി തൻ്റെ അരുമനാഥൻ്റെ സുവിശേഷം അറിയിച്ചു. അത് വിശ്വസിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ചവരെ മാമോദീസ മുക്കുകയും ചെയ്തു. തന്നെ അപായപ്പെടുത്തുവാൻ അവിശ്വാസികൾ കെട്ടിച്ചമച്ച ഒരാരോപണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ആ അത്ഭുത പ്രവൃത്തി പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ വാക്കുകളിൽ. ധർമ്മം പള്ളിയുടെ പ്രാധാന്യം എന്താണ്? അതാണ് അതിന്റെ പ്രാധാന്യം. ഈ നെരണം പള്ളിയിൽ എന്തെങ്കിലും നടന്നിട്ടുള്ള സംഭവങ്ങളെ പറ്റി വലിയ ഓർമ്മയുണ്ടോ? നെരണം പള്ളിയില് അവിടെ വന്ന് അദ്ദേഹം ഒരു കുരിശ് സ്ഥാപിച്ചു. കുരിശ് സ്ഥാപിച്ചത് ഇപ്പോഴത്തെ പള്ളി ഇരിക്കുന്നിടത്തല്ല, അക്കരയാ സ്ഥാപിച്ചു. അവിടെ രാമരുടെ സ്ഥലമാണ്, രാമരുടെ സ്ഥലമാണ്. അവിടെ കുരിശ് സ്ഥാപിച്ചു വെച്ച് അദ്ദേഹം പോയി പ്രതിഷേധ വേലയ്ക്കായിട്ട് പോയി. തിരികെ വന്നപ്പോൾ കുരിശ് അവിടുന്ന് കളഞ്ഞു. ആ കുരിശെടുത്ത് അവര് ആയിരുന്നു പറഞ്ഞു. അവിടെ പമ്പയാറുടെ കൈവഴി അവിടുന്ന് ചൂട് റോഡ് പോലെ അവിടെ കളഞ്ഞു. അത് ഈ പണ്ടിരിക്കുന്ന സ്ഥലത്ത് തടാകം. ആ കുരിശ് ഇങ്ങനെ എടുക്കുന്ന തുടങ്ങി വന്ന് ആ തടാകത്തിൽ കൊണ്ട് വീണു. ശരി, രണ്ടാമത് വന്നപ്പോൾ ആ കുരിശ് അവിടെ കിടക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവിടെ സ്ഥാപിച്ചു. അവിടെ പള്ളി ശ്ലീഹ സ്ഥാപിച്ച പള്ളികളിൽ അരപ്പള്ളിയായി അറിയപ്പെടുന്നത് തിരുവിതാംകൂട്ട് പള്ളിയാണ്. ഇന്ത്യയുടെ കിഴക്കേ തീരത്ത് ശ്ലീഹ സ്ഥാപിച്ച സഭകളിലൊന്ന് പീഡയിൽപ്പെട്ടു. അവരെ ശ്ലീഹ തന്നെ തിരുവിതാംകൂട്ട് മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് വിശ്വാസം. ജാത്യാചാരങ്ങളിൽ മറ്റു നസ്രാണികളുമായി വൈജാത്യം പുലർത്തുന്ന തിരുവിതാംകൂട്ട് നസ്രാണികൾ തരിസൈക്കൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പതിനായിരങ്ങൾ പ്രതിവർഷം എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ മല. ഇന്ന് കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ മലയിൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ പ്രാർത്ഥനാനിരതനായിരുന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പൊന്നിൻ കുരിശു മുത്തപ്പൻ എന്നാണ് വിശ്വാസികളുടെ ഇടയിൽ മാർത്തോമാ ശ്ലീഹ ഇവിടെ അറിയപ്പെടുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടു മാത്രമേ വിശ്വസിക്കൂ എന്ന് തറപ്പിച്ചു പറയുകയും തൻ്റെ അരുമനാഥൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് ഏറ്റവും ഉത്തുംഗമായ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വിശ്വാസവീരനാണ് മാർ തോമാ ശ്ലീഹ. ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള നിരവധി കുടുംബക്കാർ അക്കാലത്ത് ശ്ലീഹയുടെ ഉപദേശപ്രകാരം ക്രൈസ്തവ വിശ്വാസികളായി മാറി. പകലോമറ്റം, ശങ്കരപുരി, കള്ളി, കാളിയാങ്കൽ തുടങ്ങിയ പ്രമുഖ കുടുംബക്കാർ ശ്ലീഹയുടെ ഉപദേശപ്രകാരം ക്രിസ്തുമതം സ്വീകരിച്ചു. തോമാ ശ്ലീഹയിലൂടെ ക്രിസ്തുമാർഗത്തിലേക്ക് വന്നവർ പിൽക്കാലത്ത് ഒരു സഭാവിഭാഗമായി പ്രവർത്തിച്ചു തുടങ്ങി.
മലയാളക്കരയിൽ തന്റെ സഭാപ്രവർത്തനങ്ങൾക്ക് ശ്ലീഹ തുടക്കം കുറിച്ചത് മാല്യങ്കരയിൽ വെച്ചായതുകൊണ്ട് മലങ്കര സഭ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ് വിശ്വാസം. മലബാറിലെ സഭ എന്ന അർത്ഥത്തിലാണ് മലങ്കര സഭ എന്ന് വിളിക്കപ്പെട്ടത് എന്ന് ചില ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രേക്ഷിത വൃത്തിക്ക് ശേഷം ശ്ലീഹ ഇന്ത്യയുടെ കിഴക്കേ തീരത്തേക്ക് നീങ്ങി. അവിടെ നിന്നും ചൈന വരെയും മാർത്തോമാ ശ്ലീഹ സുവിശേഷം അറിയിച്ചു എന്നാണ് വിശ്വാസം. തുടർന്ന് ശ്ലീഹ ഇന്ത്യയിൽ മടങ്ങിയെത്തി. ക്രിസ്തുവർഷം 72 ചെന്നൈക്കടുത്തുള്ള മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് സുവിശേഷവേലയിൽ അസഹിഷ്ണുക്കളായവർ അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തി. ഡിസംബർ 18 ഈ സംഭവം നടന്നത്. സെന്റ് തോമസ് മൗണ്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ മലമുകളിൽ ശ്ലീഹയുടെ സ്മരണാർത്ഥം ഒരു ദേവാലയം ഉണ്ട്. 3 ദിവസത്തിനു ശേഷം 21 ശ്ലീഹ തന്റെ അരുമനാഥന്റെ സന്നിധിയിലെത്തി. അദ്ദേഹത്തെ കബറടക്കിയ സ്ഥലത്താണ് ഇന്ന് ചെന്നൈയിലെ സാൻതോം ബസലിക്ക. ക്രിസ്തുവർഷം 4-ാം ശതകത്തിൽ തോമാശ്ലീഹയുടെ പൂജാവശിഷ്ടങ്ങളിൽ അധികവും എഡേസയിലേക്കും പിന്നീട് അവിടെ നിന്ന് ഇറ്റലിയിലെ ഓർത്താനോയിലേക്കും കൊണ്ടുപോയി. ഏറെ ത്യാഗപൂർണമായ അനുഭവങ്ങളിലൂടെയും തന്റെ രക്തസാക്ഷിത്വത്തിലൂടെയുമാണ് മാർത്തോമാ ശ്ലീഹ മലയാളക്കരയിൽ ക്രിസ്തുമതത്തിന് അസ്ഥിവാരം ഉറപ്പിച്ചത്. ശ്ലീഹ ദേവാലയങ്ങൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യത്തെ ക്രിസ്തീയ സഭയുടെ വളർച്ച. മാർത്തോമാ ശ്ലീഹയുടെ കാലത്ത് അദ്ദേഹം വൈദിക സ്ഥാനം നൽകി അനുഗ്രഹിച്ചവരാണ് ശ്ലീഹയുടെ മരണാനന്തരം കുറെ കാലം സഭയെ നയിച്ചത്. ആ വൈദികർ കാലം ചെയ്തതിനു ശേഷം തദ്ദേശീയരായ വൈദികരുടെ കുലമറ്റു. മലങ്കര സഭ വൈദികരില്ലാത്ത അവസ്ഥയിലായി. ഈ കാലത്താണ് ക്രിസ്തുവർഷം 345 നായ് തൊമ്മൻ പേർഷ്യൻ കുടുംബങ്ങളുമായി കേരളത്തിൽ കുടിയേറിയത്. അവരോടൊപ്പം ഉറഹായിലെ ജോസഫ് മെത്രാനും ഉണ്ടായിരുന്നു. അതോടെ മലങ്കര സഭയുടെ പേർഷ്യൻ ബന്ധം ആരംഭിച്ചു. തുടർന്ന് 10 നൂറ്റാണ്ടുകാലം മലങ്കര സഭയുടെ വൈദിക അധികാരി ബാഗ്ദാദിലെ കാതോലിക്കായുടെ കീഴിലുള്ള പേർഷ്യൻ മേൽപ്പട്ടക്കാരായിരുന്നു. മാർത്തോമാ ശ്ലീഹ തന്നെയാണ് പേർഷ്യൻ സഭയുടെയും സ്ഥാപകൻ. ആ ബന്ധം മൂലമാണ് പേർഷ്യൻ സഭ മലങ്കര സഭയുടെ ആധ്യാത്മിക കാര്യങ്ങൾ നിവർത്തിച്ചു പോന്നത്. പേർഷ്യൻ സഭയിൽ നിന്നുള്ള മേൽപ്പട്ടക്കാർ മലങ്കര സഭയുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ മാത്രമേ ഇടപെട്ടിരുന്നുള്ളൂ. ഇപ്രകാരം വന്ന പേർഷ്യൻ മെത്രാന്മാരിൽ പ്രശസ്തരാണ് കൊല്ലവർഷം 1-ാം ആണ്ടിൽ വന്ന മാർ സാബോർ, മാർ ആഫ്രോത്ത് എന്നിവരും കൊല്ലവർഷം 80 വന്ന മാർ ആബോയും. ഇക്കാലത്ത് സഭയുടെ പ്രാദേശിക ലൗകിക ഭരണകാര്യങ്ങൾ പകലോമറ്റം കുടുംബത്തിൽ നിന്ന് പരമ്പരയായി വാഴിക്കപ്പെടുന്ന അർക്കതയോക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. ആദ്യം കൊടുങ്ങല്ലൂരിലും പിന്നീട് അങ്കമാലിയിലുമായിരുന്നു അർക്കതയോക്കന്മാരുടെ ആസ്ഥാനം. കുറവിലങ്ങാട്ടായിരുന്നു ഇവരുടെ കുടുംബം. മലങ്കര നസ്രാണികൾ ഒരു വ്യാപാരി സമൂഹമായാണ് കേരളത്തിൽ വളർന്നത്. ലോകമെങ്ങും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഇവിടുത്തെ ഭരണാധികാരികൾ പദവികൾ നൽകി ആദരിക്കുകയും അംഗീകരിക്കുകയുമാണ് ചെയ്തത്. മറ്റൊരു ജാതിക്കും അനുവദിക്കാത്ത രാജതുല്യമായ 72 പദവികളാണ് നസ്രാണികൾക്ക് ലഭിച്ചത്. ആനയും അമ്പാരിയും, മുൻചൊല്ലും മുൻനടയും, പകൽവിളക്കും പാവാടയും, വീരശംഖും വീരമതലവും,
പഞ്ചവാദ്യവുമടക്കം ബ്രാഹ്മണർക്കു മാത്രം അവകാശപ്പെട്ട പദവികൾ കേരളീയ സമൂഹത്തിൽ നസ്രാണികളെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തിച്ചു. നാല് ചെപ്പേടുകളാണ് വിവിധ കാലങ്ങളിൽ മലങ്കര നസ്രാണികൾക്ക് ലഭിച്ചത്. ക്നായിത്തൊമ്മൻ ചെപ്പേട്, 2 തരിസാപ്പള്ളി ചെപ്പേടുകൾ, ഇരവികോർത്തൻ ചെപ്പേട് എന്നിവയാണ് നസ്രാണി മാഹാത്മ്യത്തിന്റെ ഈടുവയ്പ്പുകളായി ലഭിച്ചിട്ടുള്ളത്. നസ്രാണി പൈതൃകത്തിന്റെ അഭിമാനാർഹമായ തിരിശേഷിപ്പുകളാണ് അവ. രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക സമ്മർദ്ദങ്ങളുടെ പിന്തുണയോടെ ക്രിസ്തുവർഷം 1599 നടന്ന കുപ്രസിദ്ധമായ ഉദയംപേരൂർ സുന്നഹദോസ് വഴി മലങ്കര സഭ റോമൻ കത്തോലിക്ക സഭയുടെയും ലത്തീൻ മെത്രാന്മാരുടെയും ഭരണത്തിൻ കീഴിലായി. തങ്ങളുടെ സമ്മതം കൂടാതെ നടത്തിയ ഈ അടിമത്വത്തെ അന്നുമുതൽ നസ്രാണികൾ എതിർത്തുവന്നു. ഇതിന്റെ ഫലമായി 1653 മലങ്കര സഭ ചരിത്രപ്രസിദ്ധമായ കൂനൻകുരിശു സത്യത്തിലൂടെ തങ്ങളുടെ സഭാസ്വാതന്ത്ര്യം വീണ്ടെടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യസമരമായാണ് ചരിത്രകാരന്മാർ ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. അന്നത്തെ ജാതിക്ക് തലവനായിരുന്ന പകലോമറ്റം തോമാ അർക്കതയോക്കനും ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരുമായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. 1653 3 നോയമ്പിൽ ഇടപ്പള്ളിയിൽ ചേർന്ന മലങ്കര പള്ളിയോഗം തോമാ അർക്കതയോക്കനെ ഭരണാധികാരിയായി അംഗീകരിച്ചു. തുടർന്ന് അതേ വർഷം ജൂൺ 1 ആലങ്ങാട്ട് ചേർന്ന മലങ്കര പള്ളിയോഗം അദ്ദേഹത്തെ എപ്പിസ്കോപ്പയായി വാഴിക്കാൻ തീരുമാനിച്ചു. മറ്റൊരു മെത്രാന്റെ അഭാവത്തിൽ 12 പട്ടക്കാർ ചേർന്ന് മാർത്തോമ എന്ന പേരിൽ എപ്പിസ്കോപ്പയായി അദ്ദേഹത്തെ വാഴിച്ചു. തുടർന്ന് മേൽപ്പെട്ട സ്ഥാനം ക്രമപ്പെടുത്തുന്നതിനായി ഒരു പൗരസ്ത്യ മെത്രാനെ ലഭിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു. മലങ്കര സഭയെ റോമൻ കത്തോലിക്ക നുകത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അക്ഷീണ യജ്ഞം നടത്തിയ മഹാനായ മാർത്തോമ ഒന്നാമൻ 1677 ഏപ്രിൽ 22 കാലം ചെയ്തു. അങ്കമാലി പള്ളിയിൽ ഖബറടക്കി. മലങ്കര സഭയുടെ പിന്നീടുള്ള 1.5 നൂറ്റാണ്ടുകാലത്തെ നേതൃത്വം പകലോമറ്റം കുടുംബത്തിൽ നിന്ന് പരമ്പരയായി സ്ഥാനമേറ്റ 9 മാർത്തോമ മെത്രാന്മാർക്കായിരുന്നു. ഇതിനിടയിൽ 1665 യെരുശലേമിലെ അന്ത്യോക്യ പാത്രിയാർക്കീസായ മാർ ഗ്രിഗോറിയസ് അബ്ദൽ ജലീദ് മലങ്കരയിലെത്തി. മാർത്തോമ ഒന്നാമന്റെ സ്ഥാനം ക്രമപ്പെടുത്തി. മലങ്കര സഭയുടെ അന്ത്യോക്യൻ ബന്ധത്തിന്റെ ആരംഭമായിരുന്നു അത്. മലങ്കരയിലെത്തിയ പ്രഥമ അന്ത്യോക്യൻ മേൽപ്പട്ടക്കാരനായ മാർ ഗ്രിഗോറിയാസ് അബ്ദൽ ജലീദ് 1671 ഏപ്രിൽ 24 കാലം ചെയ്തു. വടക്കൻ പറവൂർ പള്ളിയിൽ ഖബറടക്കി. മഹാനായ മാർത്തോമ ഒന്നാമനെ തുടർന്ന് സ്ഥാനാരോഹണം ചെയ്ത മാർത്തോമ രണ്ടാമൻ 16 വർഷത്തെ ഭരണത്തിന് ശേഷം 1686 ഏപ്രിൽ 13 കാലം ചെയ്തു. നിരണത്തുപള്ളിയിൽ ഖബറടക്കി. അദ്ദേഹത്തിന്റെ പിൻഗാമി മാർത്തോമ മൂന്നാമൻ
1688 ഏപ്രിൽ 19 കാലം ചെയ്തു. കടമ്പനാട് പള്ളിയിൽ കബറടക്കി. ഇക്കാലത്താണ് മാർ അന്ത്രയോസ് എന്ന സുറിയാനി മേൽപ്പട്ടക്കാരൻ കേരളത്തിലെത്തിയത്. 1692 കുംഭം 16 കാലം ചെയ്ത ഇദ്ദേഹത്തെ കല്ലട പള്ളിയിലാണ് കബറടക്കിയിരിക്കുന്നത്. കല്ലടയപ്പൂപ്പൻ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ആയിരത്തി 1685 മാർ ബെസേലിയോസ് എൽദോ മഫ്രിയാനയും മാർ ഇവാനിയോസ് ഹദിയള്ള എപ്പിസ്കോപ്പയും കേരളത്തിലെത്തി. മാർ ബെസേലിയോസ് എൽദോ 13 ദിവസം കന്നി 20 കാലം ചെയ്ത് കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ കബറടക്കി. അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന മാർ ഇവാനിയോസ് ഹദിയള്ള അത്യുജ്വല പണ്ഡിതനും കവിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് മലങ്കര സഭ 1686 അലക്സാൻഡ്രിയൻ വേദശാസ്ത്രം സ്വീകരിച്ചത്. ആയിരത്തി 1694 ചിങ്ങം 3 കാലം ചെയ്ത മാർ ഇവാനിയൂസിനെ മുളന്തുരുത്തി പള്ളിയിൽ കബറടക്കി.
മൂന്നാം മാർത്തോമയുടെ പിൻഗാമിയായി പകലോമറ്റം അറയ്ക്കൽ കുടുംബാംഗമായ മാർത്തോമ നാലാമനെ മാർ ഈവാനിയോസ് ഹദിയല്ല വാഴിച്ചു. ഇദ്ദേഹം 1728 മാർച്ച് 24 കാലം ചെയ്തു. കണ്ടനാട് പള്ളിയിൽ കബറടക്കി. തുടർന്ന് മാർത്തോമ നാലാമൻ വാഴിച്ച മാർത്തോമ അഞ്ചാമൻ സഭാഭരണം ഏറ്റെടുത്തു. പകലോമറ്റം പള്ളിപ്പുറം ശാഖയിൽപ്പെട്ട ഇദ്ദേഹം 1765 മെയ് 8 നിരണത്തുവെച്ച് കാലം ചെയ്തു. അവിടെ കബറടക്കി. മാർത്തോമ അഞ്ചാമന്റെ ദേഹവിയോഗത്തെ തുടർന്ന് അദ്ദേഹം 1761 എപ്പീസ്കോപ്പയായി വാഴിച്ചിരുന്ന മാർത്തോമ ആറാമൻ ഭരണത്തിൽ പ്രവേശിച്ചു. അതിപ്രഗത്ഭനായിരുന്ന ഇദ്ദേഹം സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അന്ന് മലങ്കരയിലുണ്ടായിരുന്ന മാർ ഗ്രിഗോറിയോസ് യൂഹാനോൻ, മാർ ഈവാനിയോസ് യൂഹാനോൻ എന്നിവരാൽ മാർ ദീവന്യാസ്യോസ് ഒന്നാമൻ എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായി ഉയർത്തപ്പെട്ടു. മലങ്കര നസ്രാണികളെ റോമൻ കത്തോലിക്ക സഭയിൽ ചേർക്കുന്നതിനായി ഇദ്ദേഹത്തെ തച്ചിൽ മാത്തുതരകൻ എന്ന വർത്തക പ്രമാണി അതികഠിനമായി പീഡിപ്പിച്ചെങ്കിലും അത്ഭുതകരമായി അദ്ദേഹം അതിൽ നിന്നൊക്കെയും രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ കാലത്താണ് പ്രൊട്ടസ്റ്റന്റ് ബന്ധത്തിന് ആരംഭമിട്ട ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനന്റെ കേരള സന്ദർശനം നടന്നത്. പ്രസിദ്ധമായ വട്ടിപ്പണം സർക്കാരിൽ നിക്ഷേപിക്കുന്നതിനായി സ്വരൂപിച്ചതും വേദപുസ്തകത്തിന്റെ മലയാള പരിഭാഷ ആരംഭിച്ചതും ഇദ്ദേഹത്തിന്റെ കാലത്താണ്. വലിയ മാർ ദീവന്യാസ്യോസ് 1808 ഏപ്രിൽ 8 നിരണത്തുവെച്ച് കാലം ചെയ്തു. അദ്ദേഹം സ്ഥാപിച്ച പുത്തൻകാവ് പള്ളിയിൽ കബറടക്കി. വലിയ മാർ ദീവന്യാസ്യോസ് 1796 മെയ് 5 തന്റെ അനന്തരവൻ മാത്തൻ റമ്പാനെ മാർത്തോമ എന്ന പേരിൽ എപ്പീസ്കോപ്പയായി വാഴിച്ചിരുന്നു. വലിയ മാർ ദീവന്യാസ്യോസ് കാലം ചെയ്തതിനെ തുടർന്ന് മാർത്തോമ ഏഴാമൻ അധികാരത്തിൽ പ്രവേശിച്ചു. തന്റെ മുൻഗാമി ശേഖരിച്ച 3000 പൂവരാഹൻ വട്ടിക്കിട്ടത് ഇദ്ദേഹമാണ്. 1809 ജൂലൈ 4 ഇദ്ദേഹം കാലം ചെയ്തു. കോലഞ്ചേരി പള്ളിയിൽ കബറടക്കി. മാർത്തോമ ഏഴാമനെ തുടർന്ന് അദ്ദേഹം വാഴിച്ച മാർത്തോമ എട്ടാമൻ അധികാരമേറ്റെടുത്തു. ഇദ്ദേഹത്തിന്റെ ഭരണാരംഭത്തിലാണ് 1809 ചിങ്ങം 1 കണ്ടനാട് പടിയോല എന്ന പേരിൽ പ്രശസ്തമായ ഒരു ഭരണക്രമം പാസാക്കുകയും വൈദിക വിദ്യാഭ്യാസത്തിനായി സെമിനാരി സ്ഥാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തത്. 1816 ജനുവരി 21 മാർത്തോമ എട്ടാമൻ കാലം ചെയ്തു. പുത്തൻകാവ് പള്ളിയിൽ കബറടക്കി. ഇദ്ദേഹം തന്റെ ചിറ്റപ്പനായ ഐപ്പ് കത്തനാരെ മാർത്തോമ 9 വാഴിച്ചുവെങ്കിലും ഇദ്ദേഹത്തിന് ഭരണസാരഥ്യം ലഭിച്ചില്ല. 1817 അദ്ദേഹം കാലം ചെയ്ത് കടമറ്റത്തു പള്ളിയിൽ കബറടക്കി. അതോടെ പകലോമറ്റം പരമ്പര അവസാനിച്ചു.
1751 മാർ ബെസേലിയോസ് സക്രള്ള മഫ്രിയാന, മാർ ഗ്രിഗോറിയോസ് യുഹാനോൻ മെത്രാപ്പൊലീത്ത, മാർ ഈവാനിയോസ് യുഹാനോൻ എപ്പീസ്കോപ്പ എന്നിവരോടൊപ്പം കേരളത്തിലെത്തി. മലങ്കര സഭയെ അന്ത്യോക്യൻ അധികാരത്തിന് വിധേയപ്പെടുത്തുവാനുള്ള ഇവരുടെ ശ്രമം വിജയിച്ചില്ല. മാർ ബെസേലിയോസ് സക്രള്ള മഫ്രിയാന 1764 തുലാം 9 കാലം ചെയ്തു. കണ്ടനാട് പള്ളിയിൽ കബറടക്കി. 1770 മാർത്തോമ ആറാമനുമായി സന്ധി ചെയ്യാൻ നിർബന്ധിതനായി തീർന്നതിൽ മാർ ഗ്രിഗോറിയോസ് ഭഗ്നാശനായിരുന്നു. തുടർന്ന് അദ്ദേഹം 1772 കാട്ടുമങ്ങാട്ട് കുര്യൻ കത്തനാരെ മാർ കൂറിലോസ് എന്ന പേരിൽ മേൽപ്പട്ടക്കാരനാക്കി. കൊച്ചിയിലും തിരുവിതാംകൂറിലും പ്രവേശനം നിഷേധിക്കപ്പെട്ട മാർ കൂറിലോസ് ബ്രിട്ടീഷ് മലബാറിലെ തോഴിയൂരിൽ ഒരു പള്ളി സ്ഥാപിച്ചു താമസമാക്കി. ഇദ്ദേഹത്തിൻ്റെ 4ാമത്തെ പിൻഗാമിയാണ് പിന്നീട് ആക്ടിംഗ് മലങ്കര മെത്രാപ്പൊലീത്തയായ കിടങ്ങൻ മാർ പീലക്സിനോസ്. മാർ ഗ്രിഗോറിയോസ് 1773 മിഥുനം 27 കാലം ചെയ്തു. മുളന്തുരുത്തി പള്ളിയിൽ കബറടക്കി. മാർ ഈവാനിയോസ് യുഹാനോൻ 1770 സന്ധി വ്യവസ്ഥകൾ അനുസരിച്ച് വലിയ മാർ ദീവന്യാസൂസിന്റെ ഉപദേശകനായി മാറി. ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് 1789 മലങ്കര സഭ പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമങ്ങൾ ഭാഗികമായി അംഗീകരിച്ചത്. 1794 മേടം 7 കാലം ചെയ്ത ഇദ്ദേഹത്തെ ചെങ്ങന്നൂർ സുറിയാനി പള്ളിയിൽ കബറടക്കി. സെമിനാരി സ്ഥാപനകാര്യത്തിൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് കായംകുളം ഫിലിപ്പോസ് റമ്പാനും പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് റമ്പാനും മാർത്തോമ 8-നെതിരെ പരാതിയുമായി അന്നത്തെ തിരുവിതാംകൂറിലെ റെസിഡന്റും ദിവാനുമായിരുന്ന കേണൽ മൺട്രോയെ സമീപിച്ചു. മൺട്രോയുടെ സഹായത്തോടെ ഇട്ടൂപ്പ് റമ്പാൻ കോട്ടയത്ത് സെമിനാരി പണി ആരംഭിച്ചു. തുടർന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ഇട്ടൂപ്പ് റമ്പാൻ തോഴിയൂരിലെ കിടങ്ങൻ മാർ പീലക്സിനോസിൽ നിന്നും മാർ ദീവന്യാസൂസ് 2 എന്ന പേരിൽ 1815 മാർച്ച് 21 മെത്രാപ്പൊലീത്ത സ്ഥാനം സ്വീകരിച്ചു. ഇദ്ദേഹത്തെ മലങ്കര മെത്രാപ്പൊലീത്തയായി അംഗീകരിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരവും ആ വർഷം ഉണ്ടായി. അതോടെ മലങ്കര സഭയുടെ ആസ്ഥാനം പഴയ സെമിനാരിയിലേക്ക് മാറ്റി. 1816 നവംബർ 24 കാലം ചെയ്ത പുലിക്കോട്ടിൽ മാർ ദീവന്യാസ്യൂസിനെ അടക്കം ചെയ്തതും പഴയ സെമിനാരിയിലാണ്. തുടർന്ന് കിടങ്ങൻ മാർ പീലക്സിനോസ് താൽക്കാലിക മലങ്കര മെത്രാനായി സ്ഥാനമേറ്റു. ഇദ്ദേഹം 1817 ഒക്ടോബർ 19 പുന്നത്ര കുര്യൻ കത്തനാരെ മാർ ദീവന്യാസ്യോസ് 3 എന്ന പേരിൽ മലങ്കര മെത്രാനായി വാഴിച്ചു. പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളുടെ അതിപ്രസരം മലങ്കര സഭയെ ഗ്രസിച്ച ആ കാലഘട്ടത്തിൽ ഫലപ്രദമായ ചെറുത്തുനിൽപ്പിന് മാർ ദീവന്യാസ്യോസ് 3 സാധിച്ചു. 40-ാം വയസ്സിൽ 1825 മെയ് 16 കോളറ രോഗബാധിതനായി ഇദ്ദേഹം കാലം ചെയ്തു. കോട്ടയം ചെറിയ പള്ളിയിൽ കബറടക്കി. തുടർന്ന് മാർ
ചെയ്ത് മാരാമണ്ണ് പള്ളിയിൽ കബറടക്കി. പ്രൊട്ടസ്റ്റന്റ് നവീകരണ ആശയങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ കെൽപ്പുള്ള ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മലങ്കര സഭ തേടി. അവർ കണ്ടെത്തിയത് കുന്നംകുളം പുലിക്കോട്ടിൽ ജോസഫ് കത്തനാരെയായിരുന്നു. മാർ യാക്കോബ് ദ്വിതീയൻ പാത്രിയാർക്കീസിൽ നിന്നും 1865 ഏപ്രിൽ 30 മാർ ദിവന്യാസ്യോസ് അഞ്ചാമൻ എന്ന പേരിൽ ഇദ്ദേഹം മേൽപ്പെട്ട സ്ഥാനം സ്വീകരിച്ചു. മലങ്കരയിൽ മടങ്ങിയെത്തിയ ഇദ്ദേഹം മലങ്കര മെത്രോപ്പൊലീത്ത എന്ന സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചു. ആദ്യമൊന്നും ഈ ശ്രമം വിജയം കണ്ടില്ല. തുടർന്ന് നവീകരണവാദികളുമായുള്ള നിയമയുദ്ധത്തിൽ ഇദ്ദേഹം പൂർണ്ണ വിജയം പ്രാപിക്കുകയും കോട്ടയം സെമിനാരിയും സഭാ സ്വത്തുക്കളും നടത്തിയെടുക്കുകയും ചെയ്തു. ബഹുമുഖ പ്രതിഭയായിരുന്ന മാർ ദിവന്നാസ്യോസ് അഞ്ചാമൻ 1909 ജൂലൈ 11 കാലം ചെയ്തു. കോട്ടയം പഴയ സെമിനാരിയിൽ കബറടക്കി. നയകോവിദനായ മാർ ദിവന്യാസ്യോസ് അഞ്ചാമൻ തന്റെ ജീവിതകാലത്ത് തന്നെ പിൻഗാമിയെ കണ്ടെത്തിയിരുന്നു. മലങ്കര മൽപ്പാൻ വട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാരെ 1908 ഫെബ്രുവരി 28 മലങ്കര മെത്രോപ്പൊലീത്തയുടെ അസിസ്റ്റന്റും പിൻഗാമിയുമായി അസോസിയേഷൻ തിരഞ്ഞെടുത്തു. അതേ വർഷം മെയ് 31 യെരുശലേമിൽ വെച്ച് മാർ അബ്ദുല്ല ദ്വിതീയൻ പാത്രിയർക്കീസ് അദ്ദേഹത്തെ മാർ ദിവന്യാസോസ് ആറാമൻ എന്ന പേരിൽ മേൽപ്പെട്ടക്കാരനായി വാഴിച്ചു. 1910 മലങ്കരയിലെത്തിയ അബ്ദുല്ല ദ്വിതീയൻ പാത്രിയർക്കീസിന് മലങ്കര സഭയുടെ ലൗകികാധികാരം അടിയറ വയ്ക്കുവാൻ വിസമ്മതിച്ചതിനാൽ അദ്ദേഹം വട്ടശ്ശേരിൽ തിരുമേനിയെ മുടക്കി. 1928 റോയൽ കോടതി ഈ മുടക്ക് അസാധുവും നിലനിൽക്കാത്തതുമാണെന്ന് വിധിച്ചു. ആ പുണ്യപിതാവിന്റെ ഭൗതിക ജീവിതം 1934 ഫെബ്രുവരി 23 അവസാനിച്ചു. പഴയ സെമിനാരിയിൽ കബറടക്കി. ക്നായ്ത്തൊമ്മന്റെ കാലം മുതലെങ്കിലും മലങ്കര സഭയുടെ ആത്മീയാധികാരം വിദേശ മെത്രാന്മാരുടെ കൈകളിലായിരുന്നു. ഈ അവസ്ഥയ്ക്ക് വിരാമമിട്ടുകൊണ്ട് 1912 സെപ്റ്റംബർ 13 മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിതമായി. കണ്ടനാട് ഇടവകയുടെ മുറിമറ്റത്തിൽ പൗലൂസ് മാർ ഇവാനിയോസ് മെത്രോപ്പൊലീത്തയാണ് അന്ന് മോറാൻ മാർ ബസേലിയോസ് പൗലൂസ് പ്രഥമൻ എന്ന പേരിൽ മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനത്തിൽ പൗരസ്ത്യ കാതോലിക്കയായി നിരണം പള്ളിയിൽ വെച്ച് ആരൂഢനായത്. അന്ത്യോഖ്യായുടെ മാർ അബ്ദൽ മിശിഹ പാത്രിയാർക്കീസിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ മലങ്കര സഭയുടെ സുന്നഹദോസ് കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തിയ ഈ പിതാവിന് മേൽപ്പെട്ട സ്ഥാനം നൽകിയത് 1877 പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയാർക്കീസാണ്. ഈ പിതാവ് 1913 മെയ് 2 കാലം ചെയ്ത് പാമ്പാക്കുട ചെറിയ പള്ളിയിൽ കബറടക്കി. മാർ പൗലൂസ് പ്രഥമൻ ബാവായുടെ പിൻഗാമിയായി പൗരസ്ത്യ കാതോലിക്ക സ്ഥാനത്ത് അവരോധിതനായത് കോട്ടയം അങ്കമാലി ഇടവകകളുടെ വാകത്താനത്ത് ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്തയായിരുന്നു. ശാന്തനും പണ്ഡിതനും പരിശുദ്ധനുമായിരുന്ന ഇദ്ദേഹത്തെ 1925 ഏപ്രിൽ 30 നിരണം പള്ളിയിൽ വെച്ച് മാർ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ എന്ന പേരിൽ പൗരസ്ത്യ കാതോലിക്കയായി വാഴിച്ചു. കാതോലിക്കേറ്റിന് സ്വന്തമായി വ്യക്തിത്വവും ചിഹ്നങ്ങളും ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. 1928 ഡിസംബർ 17 ഉദരരോഗം മൂലം നെയ്യൂർ ആശുപത്രിയിൽ വെച്ച് കാലം ചെയ്തു. വാകത്താനം വള്ളിക്കാട്ട് ദയറയിൽ കബറടക്കി. വാകത്താനത്ത് ബാവായുടെ കാലശേഷം വലിയ ബാവ എന്നറിയപ്പെട്ട മാർ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ പൗരസ്ത്യ കാതോലിക്കയായി വാഴിക്കപ്പെട്ടു. നിരണം, കൊല്ലം, തുമ്പമൺ ഭദ്രാസനങ്ങളുടെ മെത്രാപ്പൊലീത്തയായിരുന്ന ഇദ്ദേഹത്തെ 1929 പൗരസ്ത്യ കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും അതേ വർഷം ഫെബ്രുവരി 29 അദ്ദേഹത്തെ കോട്ടയം മാർ ഏലിയ ചാപ്പലിൽ വെച്ച് പൗരസ്ത്യ കാതോലിക്കയായി വാഴിക്കുകയും ചെയ്തു. 1934 ഡിസംബർ 26 കോട്ടയം MD സെമിനാരിയിൽ ചേർന്ന മലങ്കര അസോസിയേഷൻ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവയെ മലങ്കര മെത്രാപ്പൊലീത്തയായും തിരഞ്ഞെടുത്തു. 1964 ജനുവരി 3 കാലം ചെയ്ത ഇദ്ദേഹത്തെ അദ്ദേഹം സ്ഥാപിച്ച കോട്ടയം കാതോലിക്കേറ്റ് അരമനച്ചാപ്പലിൽ കബറടക്കി. വലിയ ബാവായുടെ കാലശേഷം
പരിശുദ്ധ മാർത്തോമാശ്ലീഹയുടെ സിംഹാസനത്തിൽ ആരൂഢനായത് കണ്ടനാട് ഇടവകയുടെ ഔഗേൻ മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്തയായിരുന്നു. ശാന്തനും സൗമ്യനും അത്യുജ്വല സുറിയാനി പണ്ഡിതനുമായിരുന്ന ഇദ്ദേഹത്തെ 1962 മെയ് 17 കൂടിയ മലങ്കര അസോസിയേഷൻ പൗരസ്ത്യ കാതോലിക്കയുടെയും മലങ്കര മെത്രാപ്പൊലീത്തയുടെയും പിൻഗാമിയായി തിരഞ്ഞെടുത്തു. 1964 മെയ് 24 പൗരസ്ത്യ കാതോലിക്കയായി സ്ഥാനാരോഹണം നടത്തി. തന്റെ അതിവൃദ്ധതയിൽ ആ പുണ്യപിതാവ് 1974 സ്ഥാനത്യാഗം ചെയ്തു. 1975 ഡിസംബർ 8 കാലം ചെയ്തു. ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ കബറടക്കി. മാർ ഔഗേൻ പ്രഥമൻ ബാവായുടെ പിൻഗാമിയായി 1970 ഡിസംബർ 31 കോട്ടയം MD സെമിനാരിയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ ബാഹ്യ കേരള ഭദ്രാസനത്തിന്റെ വട്ടക്കുന്നേൽ മാത്യൂസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പൊലീത്തയെ തിരഞ്ഞെടുത്തു. 1975 ഒക്ടോബർ 27 അദ്ദേഹത്തെ പൗരസ്ത്യ കാതോലിക്കയായി മാർ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ എന്ന പേരിൽ സ്ഥാനാരോഹണം നടത്തി. പണ്ഡിതനും ഭരണപ്രാപ്തനുമായിരുന്ന ഇദ്ദേഹമാണ് വൈദിക വിദ്യാഭ്യാസത്തിനും സഭാഭരണത്തിനും ക്രമാനുസൃതമായ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയത്. ഇദ്ദേഹം 1991 ഏപ്രിൽ 27 സ്ഥാനത്യാഗം ചെയ്ത് വിശ്രമജീവിതത്തിൽ പ്രവേശിച്ചു. 1996 നവംബർ 8 കാലം ചെയ്തു. ദേവലോകം അരമനയിൽ കബറടക്കി. കിഴക്കിന്റെ മഹാനായ കാതോലിക്ക പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 1991 ഏപ്രിൽ 29 കൊല്ലം ഇടവകയുടെ മാത്യൂസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയെ മാർത്തോമാശ്ലീഹയുടെ പൗരസ്ത്യ സിംഹാസനത്തിൽ മോറാൻ മാർ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ എന്ന പേരിൽ കാതോലിക്കയായി സ്ഥാനാരോഹണം നടത്തി. 1980 മെയ് 2 കോട്ടയം MD സെമിനാരിയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ ഇദ്ദേഹത്തെ പൗരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മെത്രാപ്പൊലീത്തയുടെയും പിൻഗാമിയായി തിരഞ്ഞെടുത്തു. ഭാരതീയർ ഭാഗ്യമുള്ളവരാണെന്നാണ് നമ്മുടെ വിശ്വാസം. കാരണമെന്തെന്നാൽ കർത്താവായ യേശുതമ്പുരാൻ്റെ മനുഷ്യാവതാര ദിവ്യ മർമ്മങ്ങൾ ഭൂലോകത്തിൽ എവിടെയും പ്രചരിക്കപ്പെട്ടപ്പോൾ ഒട്ടും തന്നെ താമസമില്ലാതെ ആ ദിവ്യമായ സന്ദേശം ഭാരതീയർക്ക് ലഭിക്കാനായിട്ട് സംഗതിയായിത്തീർന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായെ ഭാരതത്തിലേക്ക് കൽപ്പിച്ചയച്ചു. കർത്താവിൻ്റെ ദൗത്യം ഭാരതീയരോട് സംസാരിക്കുകയും അദ്ദേഹത്തെ കണ്ട ആളുകൾ ദൈവത്തെ കാണുന്നത് പോലെ ഒരു പ്രത്യേകതയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹം പ്രചരിപ്പിച്ച വിശ്വാസം എല്ലാവർക്കും സ്വീകാര്യമായി തീരുകയും അനേകർ തൻ്റെ കൊടിക്കീഴിലേക്ക് വരികയും അവരെ താൻ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മാമോദീസ നൽകി അവരെ ക്രിസ്ത്യാനികളായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ നിലയിൽ അദ്ദേഹം തന്നെ പള്ളികളെ സ്ഥാപിച്ചു. അദ്ദേഹം തന്നെ ഇവിടെ ആചാര്യത്വം സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു. കാളിയങ്കൽ, ശങ്കരപുരം, പൗലോമുറ്റം ഈ കുടുംബങ്ങളിൽ നിന്ന് പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ഒക്കെയും അദ്ദേഹം ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ഈ സഭ യാതൊരു നിലയിലും കുറവില്ലാതെയും എല്ലാ നിലയിലും ധന്യമായും ശ്രേഷ്ഠമായും പുരോഗമിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപയാൽ ഇടയാക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മഹത്വം. ആ സഭയാണ് ഇന്നത്തെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഈ കർത്താവായ യേശുതമ്പുരാൻ്റെ ദൗത്യമനുസരിച്ച് ആ ദൈവിക സ്നേഹത്തിൽ പങ്കാളികളാകുവാനും ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവികരായി ജീവിക്കുവാനും തക്കവണ്ണം സംഗതിയാകട്ടെ. എല്ലാവർക്കും എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നാം നേരുകയും ചെയ്യുന്നു. എല്ലാവർക്കും മംഗളം അനുഗ്രഹങ്ങൾ ഉണ്ടാകുമാറാകട്ടെ.
1992 സെപ്റ്റംബറിൽ പരുമല സെമിനാരിയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ മലബാറിന്റെ തോമസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്തയെ പൗരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മെത്രാപ്പൊലീത്തയുടെയും പിൻഗാമിയായി തിരഞ്ഞെടുത്തു. മാർത്തോമാ സ്ലീഹായിൽ നിന്നും ആരംഭിച്ച് മാർത്തോമാ മാത്യൂസ് ദ്വിതീയനിലെത്തി നിൽക്കുന്ന മലങ്കര സഭയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു പാരമ്പര്യമുണ്ട്. പുണ്യപിതാക്കന്മാരുടെ ഒരു പരമ്പര. അവരിൽ പരിശുദ്ധന്മാരും പണ്ഡിതരും കവികളും ഭരണപ്രവീണരുമുണ്ട്. പലരിലും ഇവയിൽ പലതും സമഞ്ജസിച്ചിരുന്നു. ഈ അപ്പോസ്തോലിക പിന്തുടർച്ച മലങ്കര സഭയുടെ ജീവനാഡിയാണ്. പരിശുദ്ധ മാർത്തോമാ സ്ലീഹ കൊളുത്തിയ തിരുനാളം ഇന്നും ഇന്ത്യയിൽ അണയാതെ കൈമാറുന്നവർ. അവരുടെ പ്രാർത്ഥനയാണ് മലങ്കര സഭയുടെ കോട്ട. അവരുടെ പ്രവർത്തനമാണ് സഭയുടെ ശക്തി. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ കുറവുള്ളതും ബലഹീനതയുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും ഉന്നതമുള്ള അവിടുത്തെ സിംഹാസനം മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ആബോറോ കാദീശോ ഹോശോ അബ്കൂര സുബാൻ.